നമസ്കാരം, ഞാൻ മിർഷ. ഞാൻ ആരുന്നത ജീസ്. STBY ITയിലെ 1ാം വർഷ അധ്യാപക വിദ്യാർത്ഥിനികളാണ് ഞങ്ങൾ. പരിസര പഠനം എന്ന വിഷയത്തിന്റെ ഭാഗമായി ഈ പ്രാദേശിക വിളവെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് കോഴിക്കോട് ജില്ലയിലെ മേൽപ്പയനി ക്ഷേത്രവും മുജുകുന്ന് കോട്ടയും അകലാപ്പുഴയുമാണ് ഇന്ന് നിങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞങ്ങളുടെ ഈ കൊച്ചു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴിക്കോട് നഗരത്തിൽ നിന്നും 10 കിലോമീറ്റർ അകലെയുള്ള വെള്ളിപ്പറമ്പിൽ നിന്നും 1.5 കിലോമീറ്റർ ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ക്ഷേത്രമാണ് മേൽപ്പയനി മുരുകൻ ക്ഷേത്രം. ഇങ്ങനൊരു ക്ഷേത്രം ഉയർത്തിക്കൊണ്ടുവന്നത് തന്നെ ശരവണ ബാബാജി എന്ന അതുല്യ സന്യാസി ശ്രേഷ്ഠനാണ്. ഈ അമ്പലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പയനി ക്ഷേത്രത്തിന്റെ അതേ രൂപത തന്നെയാണ് ഈ ക്ഷേത്രവും പണിയേൽപ്പിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന മാത്രമല്ല, അവിടെ നടത്തുന്ന പൂജാതി കർമ്മങ്ങൾ പോലും ഈ ക്ഷേത്രത്തിൽ പയനിയിൽ നടത്തുന്നത് പോലെ തന്നെയാണ്. പടിക്കെട്ട് തുടങ്ങുന്നിടത്താണ് തലമുണ്ടനം ചെയ്യുന്ന സ്ഥലവും പാലായും മഠവും വിഘ്നവിനാശകനായ പാദവിനായകന്റെ കോവിലും വരുന്നത്. നിറയെ പടികളോടുകൂടിയ ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്. ഇനി നമുക്ക് നേരെ മല കയറാം. ഇത് ശരിക്കും കാടിന്റെ ഉള്ളിലേക്ക് കയറുന്ന പോലെ, നമ്മുടെ പയനി മലയിൽ പോകുമ്പോൾ മല കയറുന്നത് പോലെ. 2 സൈഡിലും നിറയെ കാടും അതിൻ്റെ നടുവിൽ കൂടെയുമാണ് ഈ പടിക്കെട്ടുകൾ വരുന്നത്. ഈ പടിക്കെട്ടുകളിൽ കയറിയിട്ട് വേണം ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തിച്ചേരാൻ. പടികൾ കയറി ചെല്ലുമ്പോൾ പിന്നെ കാണുന്നത് ഇണുമ്പൻ സ്വാമിയുടെ പ്രതിഷ്ഠയാണ്. പോകുന്ന വഴിയിൽ കുറേ മണ്ഡപങ്ങളൊക്കെ കാണാൻ കഴിയും. തുടർന്ന് എത്തിച്ചേരുന്നത് ഹനുമാൻ സ്വാമിയുടെ കോവിലിനരികിലാണ്. ഹനുമാൻ സ്വാമിയെ തൊഴുതു വണങ്ങിയ ശേഷം അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരമാണ് ആദ്യം തന്നെ കാണാൻ കഴിയുക. അതിൻ്റെ അടുത്തായി പടിഞ്ഞാറോട്ട് ദർശനമായി ബാലഗണപതി പ്രതിഷ്ഠയും കിഴക്കോട്ട് ദർശനമായി ശിവപാർവതി പ്രതിഷ്ഠയും കുടികൊള്ളുന്നു. കോഴിക്കോടിയോൻ എന്ന വിശേഷണത്താൽ അറിയപ്പെടുന്ന മേൽപ്പയനി ശ്രീ ജ്ഞാനദണ്ഡായുധപാണി സ്വാമി ക്ഷേത്രം. തമിഴ് ക്ഷേത്ര നിർമ്മാണ രീതിയാണ് ഈ ക്ഷേത്രത്തിലും അവലംബിക്കുന്നത്. മയിലാടുംകുന്നിൽ ആദ്യം പ്രതിഷ്ഠിക്കപ്പെട്ടത് നാഗപ്രതിഷ്ഠകൾ ആണ്. ഇവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് അവില്, നെയ്യും ശർക്കരയും മിക്സ് ചെയ്തതും ഒരു വടയുമാണ് ഇവിടുത്തെ പ്രസാദം. നിത്യേന ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് 3 നേരവും ഊട്ടുപുരയിൽ പ്രസാദ ഊട്ട് നടത്തി വരുന്നുണ്ട്. അമ്പലത്തിന്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു കുളവും വരുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് പാലഭിഷേകം, നെയ്യഭിഷേകം, ഭസ്മാഭിഷേകം, അർച്ചനത്തട്ട്, പഞ്ചാമൃതം, എള്ളുത്തിരി, ഇളനീർ, നെയ്വിളക്ക് തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. അമ്പലത്തിലേക്ക് പോകാനുള്ള 2ാമത്തെ വഴി എന്ന് പറയുന്നത് ഇതാണ്. വാഹനത്തിൽ വരുന്നവർ ഇതിലെയാണ് അമ്പലത്തിലേക്ക് കയറുന്നത്. അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇടത് സൈഡിലെ ക്യാൻറ്റീനും വലത് സൈഡിലെ വഴിപാട് കൗണ്ടറുമാണ് കാണാൻ കഴിയുന്നത്. വാഹനത്തിൽ വരുന്നവർക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെതായ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എത്തിയിരിക്കുന്നത്
കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്ത് മുഴുകുന്നുകോട്ടെ ശ്രീ ശിവക്ഷേത്രത്തിലേക്കാണ്. കൊയിലാണ്ടി ടൗണിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക് എത്തിച്ചേരാൻ. ചരിത്രപരമായും ഈ ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം കേരളത്തിലെ പരമ്പരാഗത വാസ്തുശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മരത്തിൽ ചെയ്ത മനോഹരമായ കൊത്തുപണികളും ചുറ്റുമുള്ള പഴമ നിറഞ്ഞ നിർമ്മിതികളും ക്ഷേത്രത്തിൻ്റെ ഭംഗി കൂട്ടുന്നു. ഇവിടെ എത്തുന്നവർക്ക് പഴയ കേരളത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും അടുത്തറിയാൻ കഴിയും. പ്രധാന പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായി വാതിൽക്കാപ്പവർ അഥവാ കാവൽക്കാരൻ എന്ന സങ്കല്പത്തിലാണ് ഇവിടുത്തെ ശിവപ്രതിഷ്ഠ. കൂടാതെ അയ്യപ്പൻ, ഭഗവതി എന്നീ ഉപദേവതകളും ഉണ്ട്. ക്ഷേത്ര മതിൽക്കെട്ടിന് ഇടതുവശത്തുള്ള ചെറിയ വഴിയിലൂടെ നടന്നാൽ മനോഹരമായ ഈ വലിയ കൽക്കുളത്തിൽ എത്തിച്ചേരാം. പ്രശസ്ത സംവിധായകൻ ഹരിഹരൻ സംവിധാനം ചെയ്ത സർഗം എന്ന മൂവിയിലെ രംഗങ്ങളും പാട്ടുകളും ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രക്കുളത്തിൽ വെച്ചാണ്. കാടിനാൽ ചുറ്റപ്പെട്ട ഈ ചരിത്രപ്രസിദ്ധമായ പടിക്കെട്ടുകുളം മഴക്കാലത്ത് കൂടുതൽ മനോഹരമാകാറുണ്ട്. ഈ സമയത്ത് പ്രകൃതി ഭംഗി ആസ്വദിക്കാനും കുളിക്കാനുമായി നിരവധി ആൾക്കാർ ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഫോട്ടോഗ്രാഫർമാരുടെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ കൂടിയാണ് ഈ കുളം. നിറയെ പടികളോടുകൂടി ചെങ്കല്ലിൽ തീർത്തതാണ് ഈ കുളം. ക്ഷേത്രത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് ഇവിടുത്തെ വിശാലമായ കാവും നാഗത്തറയും. അപൂർവ സസ്യജാലങ്ങൾ, വിവിധ തരം പക്ഷികൾ, ചിത്രശലഭങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. 4 ഭാഗവും മരങ്ങളാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന ഒരു പ്രദേശമാണ്. പ്രകൃതി സംരക്ഷണത്തിൻ്റെ നല്ലൊരു മാതൃകയാണ് കാവ്. അടുത്തതായി നമ്മൾ വന്നിട്ടുള്ളത് അകലാപ്പുഴ ടൂറിസം കേന്ദ്രത്തിലേക്കാണ്. കോഴിക്കോട് പയ്യോളിക്കടുത്തായാണ് അകലാപ്പുഴ സ്ഥിതി ചെയ്യുന്നത്. മലബാറിൻ്റെ കുട്ടനാട് എന്നും അകലാപ്പുഴ അറിയപ്പെടുന്നുണ്ട്. ഹൗസ് ബോട്ടിംഗ് ആണ് ഇവിടുത്തെ പ്രധാന വിനോദം. നിരവധി ആളുകൾ ഒഴിവു സമയം ചിലവഴിക്കാൻ ഇവിടെ എത്തിച്ചേരാറുണ്ട്.